नमस्ते दोस्तों, हिंदी महफिल യൂട്യൂബ് ചാനൽ पर सबको स्वागत. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യമക് അലങ്കാരാണ് ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ ശബ്ദാലങ്കാരന്റെ മൂന്നാമത്തെ ഭേദമായ ശ്ലേഷ് അലങ്കാരനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കോട്ടയം JLT അപ്ലൈ ചെയ്തവരാണ് നിങ്ങളെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അലങ്കാരന്റെ 2 മാർക്ക് നിങ്ങൾക്ക് ഷുവറാണ്. അലങ്കാരന്റെ കഴിഞ്ഞ പാർട്സ് കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി കണ്ടിന്യൂഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് ശ്ലേഷ് എന്ന വാക്കിൻ്റെ അർത്ഥം? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ശ്ലേഷ്? ചിപക്ന അഥവാ ഒട്ടിപ്പിടിക്കുക എന്നൊക്കെ ശ്ലേഷ് എന്ന വാക്കിന് അർത്ഥമുണ്ട്. എന്നാൽ സാഹിത്യത്തിൽ ഒരു വാക്കിലൂടെ അനേകം അർത്ഥം വ്യക്തമാക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ ശ്ലേഷ് എന്ന് പറയുന്നു. അതായത് ഒരു വാക്കിലൂടെ അനേകം അർത്ഥം വ്യക്തമാക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ ശ്ലേഷ് എന്ന് പറയുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന് നമ്മൾ പര്യായവാചി ശബ്ദമൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? പര്യായവാചി ശബ്ദം എന്താണ്? ഒരു വാക്കിന് ഒന്നിൽ കൂടുതൽ അർത്ഥം, അല്ലേ? ഒന്നിൽ കൂടുതൽ അർത്ഥം ഉണ്ടെങ്കിൽ അതിനെ പര്യായവാചി ശബ്ദം എന്ന് പറയും. ശ്ലേഷ് അലങ്കാർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളാണ്. ഏതെങ്കിലും ഒരു കവിതയിൽ ഒരു വാക്ക് നമ്മൾ പല അർത്ഥത്തിൽ ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ശ്ലേഷ് അലങ്കാർ എന്ന് പറയുന്നത്, അല്ലേ? നോക്കിക്കോളൂ. ജഹാം ഏക് ഹി ശബ്ദ കെ കൈ അർത്ഥ ലിയേ ജായേ വഹാം ശ്ലേഷ് അലങ്കാർ ഹോത്താ ഹൈ. ജഹാം ഏക് ഹി ശബ്ദ കെ കൈ അർത്ഥ ലിയേ ജായേ വഹാം ശ്ലേഷ് അലങ്കാർ ഹോത്താ ഹൈ. ഒരേ വേർഡിന് ഒരുപാട് അർത്ഥങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ശ്ലേഷ് അലങ്കാർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളും കൂടി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണം ഇതാണ്. റഹിമന് പാനി രാഖിയെ ബിൻ പാനി സബ് സൂൻ, പാനി ഗയെ ന ഊബരെ മോത്തി മാനസ് ജൂൻ. ഇതിൽ പാനി എന്നുള്ള ഒരു വേർഡ് റിപ്പീറ്റായി വന്നിട്ടുണ്ട്. പക്ഷേ ഈ പാനി എന്നുള്ളത് നമുക്ക് 3 രീതിയിൽ ഈ ഒരു ദോഹയുടെ അർത്ഥം നമുക്ക് ഗ്രഹിച്ചെടുക്കാം. 3 രീതിയിൽ. ഒന്നാമത്തെ പാനി ഉപയോഗിച്ചിരിക്കുന്നത് മനുഷ്യക്കെ സന്ദർഭമേ. മനുഷ്യക്കെ സന്ദർഭമേ വിനമ്രത എന്നുള്ള മീനിങ്ങിലാണ് ഒന്നാമത്തേതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. രണ്ടാമത്തെ പാനി എന്ന് പറയുന്നത് മോത്തിക്കെ സന്ദർഭമേ ആഭ യാ ചമക് എന്നുള്ള മീനിങ്ങിലാണ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. മൂന്നാമത്തത് ആട്ടേക്കെ സന്ദർഭമേ പാനി അല്ലെങ്കിൽ ജൽ എന്നുള്ള മീനിങ്ങിൽ തന്നെ എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല, കാരണം പാനി എന്നുള്ള വേർഡ് 3 തവണ റിപ്പീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് യമക് അലങ്കാർ അല്ലേ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. പക്ഷേ യമക് അലങ്കാർ എന്ന് പറയുന്നത് എന്താണ്? ഓരോ പാനിക്കും ഓരോരോ മീനിങ് വരണം. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും വിനമ്രത എന്നുള്ള മീനിങ്ങിൽ നമ്മൾ എടുക്കുക. രണ്ടാമത് നമ്മൾ വീണ്ടും അതിനെ വായിക്കുമ്പോൾ മോത്തിക്കെ സന്ദർഭമേ ആഭായ ചമക് എന്നുള്ള മീനിങ്ങിൽ എടുക്കുക. മൂന്നാമത് വായിക്കുമ്പോൾ ആട്ടേക്കെ സന്ദർഭമേ എന്താണ്? പാനി യാ ജൽ എന്നുള്ള മീനിങ്ങിൽ തന്നെ എടുക്കാം. എന്താണ് ഇതിൻ്റെ അർത്ഥം പറയുന്നത്? റഹിമന് പാനി രാഖിയെ ബിൻ പാനി സബ് സൂൻ, പാനി ഗയെ ന ഊബരെ മോത്തി മാനസ് ചൂൻ. നമുക്ക് ഒന്നാമത്തെ സന്ദർഭത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ മീനിങ് വരുന്നത് നോക്കാം. ഓക്കെ, മനുഷ്യക്കെ സന്ദർഭമേ വിനമ്രത. ഇവിടെ റഹീം പറയുന്നത് റഹിമന് പാനി രാഖിയെ ബിൻ പാനി സബ് സൂൻ, പാനി ഗയന ഊബരെ മോത്തി മാനസ് ചൂൻ. അതായത് ഇവിടെ പാനി വിനമ്രതയാണ്. അതായത് റഹീംദാസ് പറയാണ് മനുഷ്യന്മാർക്കെല്ലാം എന്താണ്? വിനയം അത്യാവശ്യമാണ്, അല്ലേ? ബിന് പാനി സബ് സൂൻ, നമുക്ക് വിനയമില്ലെങ്കിൽ എന്താവും? അല്ലേ, എല്ലാം ശൂന്യമാണ്. നമുക്ക് വിനയമില്ലെങ്കിൽ നമുക്ക് എല്ലാം ശൂന്യമായിട്ടാണ് തോന്നുന്നത്. പാനി ഗയന ഊബരെ, അല്ലേ? ഒരു തവണ ആ വിനയം നമുക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? മോത്തി മാനസ് ചൂൻ, അല്ലേ? മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഗുണം തന്നെ നഷ്ടപ്പെടുകയാണ്. അവിടെ ഒരു മനുഷ്യന് തന്നെ വാല്യൂ ഇല്ലാണ്ടായി പോവുകയാണ്. അതാണ് ഒന്നാമത്തെ മീനിങ്. വിനമ്രത എന്നുള്ള അർത്ഥത്തിൽ അതാണ് മീനിങ് വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ മീനിങ് നോക്കാം. അതായത് മോത്തിക്കെ സന്ദർഭമേ ചമക് അല്ലെങ്കിൽ ആഭ. നമുക്കറിയാം, അല്ലേ? ഈ മുത്ത് എവിടെയാണ് കാണപ്പെടുന്നത്? കടലിൻ്റെ അടിയിലാണ്, അല്ലേ? കടലിൻ്റെ അടിയിലുള്ള ആ മുത്ത് എത്രത്തോളം പ്രിഷ്യസ് ആണെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് അത് അത്രയും പ്രിഷ്യസ് ആവുന്നത്? അതിൻ്റെ ചമക്ക് കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആഭ കൊണ്ട്, അല്ലെ? അതിൻ്റെ ഭംഗി കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ തിളക്കം കൊണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ തിളക്കം ഇല്ലെങ്കിലോ? അല്ലേ, മുത്തിന് ആ തിളക്കം ഇല്ലെങ്കിൽ, അല്ലേ? ബിന് പാനി സബ് സൂൻ, അല്ലേ? ആ തിളക്കം ഇല്ലെങ്കിൽ, ആഭ ഇല്ലെങ്കിൽ അതിനും മൂല്യങ്ങളൊന്നുമില്ല, അത് നഷ്ടപ്പെട്ടു.
അല്ല, ആ മുത്തിന് ഒരു വാല്യൂ ഇല്ലാണ്ടായി പോവുകയാണ്. അതാണ് രണ്ടാമത്തെ അർത്ഥം. ആഭ അല്ലെങ്കിൽ ചമക് എന്നുള്ള മീനിങ്ങിൽ അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ മീനിങ് എടുക്കേണ്ടത്. മൂന്നാമത്തെ നോക്കൂ, ആട്ട. ആട്ടയ്ക്ക് സന്ദർഭമേ പാനി യാ ജൽ. അല്ല, നമുക്കറിയാം അല്ലേ, എന്തെങ്കിലുമൊക്കെ ആട്ടപ്പൊടി കൊണ്ട് അല്ലെങ്കിൽ അതും കൊണ്ട് അതിൻ്റെ മിക്സ് കൊണ്ട് ഉണ്ടാക്കണമെങ്കിൽ അതിലെപ്പോഴും എന്ത് വേണം? വെള്ളം നമ്മൾ ചേർക്കണം. വെള്ളം ഇല്ലെങ്കിൽ അതിന് എന്തെങ്കിലും അസ്തിത്വം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൽ റഹീം പറയുന്നത് എപ്രകാരമാണോ ആട്ടയ്ക്ക് വെള്ളം ഇല്ലാതെ അസ്തിത്വം ഇല്ലാതാവുന്നത്, എപ്രകാരമാണോ മുത്തിന് അതിൻ്റെ തിളക്കമില്ലാത്തത് കൊണ്ട് അതിൻ്റെ അസ്തിത്വം ഇല്ലാണ്ടാവുന്നത്, നിലനിൽപ്പില്ലാണ്ടാവുന്നത്, അതുപോലെ തന്നെ മനുഷ്യന് എന്താണ്? വിനയമില്ലെങ്കിൽ മനുഷ്യന് നിലനിൽപ്പില്ല, അല്ലെങ്കിൽ മനുഷ്യനൊരു മൂല്യമില്ല, അതിന് അസ്തിത്വമില്ല എന്നുള്ളതാണ് ഈ ദോഹയുടെ മീനിങ്. കൺഫ്യൂഷൻ ആവരുത്, ഇത് യമക് അലങ്കാരമല്ല, ഇത് ശ്ലേഷ് അലങ്കാരാണ്. ഇവിടെ ഓരോ തവണയും ഓരോരോ മീനിങ് ആണ്, ഓരോരോ സന്ദർഭത്തിൽ അതിൻ്റെ മീനിങ് വ്യത്യാസപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. ഓക്കെ, മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മീനിങ് ഇങ്ങനെയാണ്. റഹീം കാ कहना है कि जिस तरह आटे का अस्तित्व पानी के बिना नम्र नहीं हो सकता और मोती का मूल्य उसकी आभा के बिना नहीं हो सकता है, उसी तरह मनुष्य को भी अपने व्यवहार में हमेशा पानी यानी कि विनम्रता रखना चाहिए, जिसके बिना उसका मूल्य ह्रास होता है. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഒന്നാമത്തെ എക്സാമ്പിൾ. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിളും കൂടി നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിക്കോളൂ. ഹിതകാരി ഋതുരാജ് തും സാജദ് ജഗ് ആരാം. ഹിതകാരി ഋതുരാജ് തും സാജദ് ജഗ് ആരാം. ഇവിടെ ഈ ദോഹയിലും ഋതുരാജ് ആരാം ഈ രണ്ട് വേർഡ്സ് എന്താണ്? ശ്ലിഷ്ടാണ്. യഹാ ഋതുരാജ് തഥാ ആരാം ശബ്ദ് ശ്ലിഷ്ട് ഹെ. അപ്പം അതിന് ഒന്നാമത്തെ മീനിങ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ സന്ദർഭത്തിൽ ഋതുരാജ് എന്ന് പറയുന്നത് വസന്ത ഋതു അല്ലേ, ഋതുക്കളുടെ രാജാവ് വസന്ത ഋതുവാണ്. അപ്പോൾ ഋതുക്കളുടെ രാജാവായിട്ടുള്ള വസന്ത ഋതുവായിട്ടും ഇതിൽ ആരാം എന്ന് പറയുന്നത് ആരാമം അല്ലെങ്കിൽ ഉപവൻ, പൂന്തോട്ടം എന്നുള്ള ഗാർഡൻ എന്നുള്ള മീനിങ്ങിലുമാണ് ഒന്നാമത് നമുക്കിതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ പറ്റുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ മീനിങ് വരുന്നത് നോക്കിക്കോളൂ. ഹേ ഋതുരാജ് അർത്ഥാത് വസന്ത ഋതു തും ബഡെ ഉപകാരി ഹോ क्योंकि तुम सारे संसार रूपी आराम अर्थात उपवन को सुसज्जित कर देते हैं. അല്ലേ, ഇവിടെ ഒന്നാമത്തെ മീനിങ്ങിൽ പറയുന്നത് വസന്ത ഋതുവായിട്ടാണ്. ഋതുരാജിനെ വസന്ത ഋതുവായിട്ട് പറയുന്നു. ആരാമത്തെ പൂന്തോട്ടമായിട്ടും പറഞ്ഞിട്ട് പറയാണ് ഹേ വസന്ത ഋതു, അല്ലേ വസന്ത ഋതു നീ വളരെ ഉപകാരിയാണല്ലോ അല്ലേ, ഹിതകാരിയാണല്ലോ. കാരണം നീ ഈ ലോകമാകുന്ന പൂന്തോട്ടത്തിനെ എന്താണ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സുഖം കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ മീനിങ്. ഇനി രണ്ടാമത്തെ സന്ദർഭത്തിൽ എന്താണ് ഇതിൻ്റെ മീനിങ് വരുന്നത് നോക്കാം. രണ്ടാമത്തെ സന്ദർഭത്തിൽ ഋതുരാജ് എന്ന് പറയുന്നത് സമയമാണ്, ആരാം എന്ന് പറയുന്നത് സുഖ് ആണ്. ഓക്കെ, ഈ രണ്ട് രീതിയിലും മീനിങ് എടുക്കുമ്പോൾ എന്താണ് ഈ ദോഹയുടെ അല്ലെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ പങ്ക്തിയുടെ മീനിങ് എന്താണെന്ന് നോക്കാം. ഹേ ഋതുരാജ് यानी कि समय के अनुकूल आचरण करने वाले धर्मात्मा राजा तुम सारे जगत को आराम अर्थात സുഖ് ദേത്തെ ഹോ. ഓക്കെ, ഇവിടെ സമയത്തിനെയാണ് ഹിതകാരി എന്ന് പറഞ്ഞിട്ടുള്ളത്. സമയം വളരെ ഹിതകാരിയാണ്. കാരണം ഈ ലോകത്തിലുള്ള എല്ലാവർക്കും സുഖം കൊടുക്കുന്നത് സമയമാണ് എന്നുള്ള രീതിയിൽ കൂടി നമുക്ക് വായിക്കാം. നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, നേരത്തെ ദോഹയിൽ പാനി എന്ന് പറയുന്നത് 3 തവണ റിപ്പീറ്റ് ആയല്ലോ, ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ ഋതുരാജ് 2 തവണ റിപ്പീറ്റ് ആയില്ല, അല്ലെങ്കിൽ ആരാം 2 തവണ റിപ്പീറ്റ് ആയില്ല എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ശ്ലേഷ അലങ്കാരിൽ അങ്ങനെ ഒരു വേർഡ് റിപ്പീറ്റായി വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ നമുക്ക് 2-3 രീതിയിൽ അതിൻ്റെ മീനിങ് വായിച്ചെടുക്കാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണും, അല്ലെങ്കിൽ ശ്ലേഷ അലങ്കാരം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അലങ്കാരിൻ്റെ തന്നെ കുറേ എടുക്കേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോകളായിട്ട് എടുക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്നിച്ചെടുക്കുമ്പം നിങ്ങൾക്ക് ബോറിംഗ് ആയിരിക്കും, കാരണം വീഡിയോ കുറേ ലെങ്തി ആയിപ്പോവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ ഈ അലങ്കാരിൻ്റെ മൊത്തം ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു മോക്ക് ടെസ്റ്റും കൂടി നടത്താം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് ബൈ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.